ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ വേഗം തന്നെ പോയി കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്തു. അപ്പോൾ എല്ലാവരും അത് പരീക്ഷിച്ച് നോക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്, കണ്ടപ്പോൾ തന്നെ അങ്ങ് വാങ്ങി. എന്നാൽ പിന്നെ അതിൽ തന്നെ ഇത് പരീക്ഷിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് സാൻഡ്വിച്ച് റെഡിയാക്കാൻ പോകുന്നത് ഇതിലാണ് കേട്ടോ. അപ്പം നമുക്ക് സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, പിന്നെ തക്കാളി, പിന്നെ ഇഞ്ചി, പിന്നെ പച്ചമുളക്, പിന്നെ 2 മുട്ട ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ പ്രധാനപ്പെട്ട ഒരു ബ്രെഡ്. അപ്പം നമ്മൾ കടായി വെച്ച് ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇടാം. ഇനി നമുക്ക് സവാള ഇതിലേക്ക് ഇടാം. നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ലേശം ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഒരു കളറായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിനി മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടിയൊക്കെ നമുക്ക് കുറച്ച് ചേർക്കാൻ മതി, കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതായതുകൊണ്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാൻഡ്വിച്ചിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം. ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 മുട്ട ബോയിൽ ചെയ്ത് നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി 2 എണ്ണം നമ്മൾ 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കാവേ. നമുക്കിനി ബ്രെഡ് വെച്ചത് അടച്ചു വെക്കാം. അപ്പം നമുക്കിതിന് പ്രസ് ചെയ്ത് കൊടുത്തോണ്ട് നമുക്കിത് അടയ്ക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് ചൂടാൻ വെച്ചേക്കുവാണേ. നമുക്കിനി തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കാം കേട്ടോ. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതിന് നോക്കാം. യെസ്, നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ബാക്കിയും കൂടെ നമുക്കിനി ഇതുപോലെ ഉണ്ടാക്കാം. സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടും. കാരണം ബ്രെഡൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമ്മൾ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണി സ്നാക്സ് ആയിട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കൂട്ടാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.